നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു കഷ്ടപ്പെട്ടെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് ആഗ്രഹത്തോടെയൊക്കെ ആയിരിക്കും ഓരോ ചെടികൾ നടുന്നത്. നമ്മൾ ഓരോ ചെടികൾ നടുമ്പോഴത്തേക്ക് പൂ പിടിക്കുന്നതാണെങ്കിൽ പൂ പിടിക്കണം, അല്ലെങ്കിൽ ഇലച്ചെടികളാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് തഴച്ച് വളരണം എന്നുള്ള രീതിയിലായിരിക്കുമല്ലോ ഓരോ ചെടി നടുന്നത്. അപ്പം നമുക്ക് കുറേ വില്ലന്മാരുണ്ടാവും. അങ്ങനെയുള്ള കുറേ വില്ലന്മാരായിട്ടോ ഈ പുഴുവാണെങ്കിൽ കയറി മൊത്തം നമ്മുടെ ഇലകൾ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിനു മുമ്പിട്ട വീഡിയോ കണ്ടവർക്കറിയാമായിരിക്കും എന്ത് നല്ല ഭംഗിയോടെ ഞാൻ ഈ ഇലമുളച്ചിയാണെങ്കിൽ നട്ട് വെച്ച് അത്ര നല്ല ഭംഗിയോടെ തന്നെ നമ്മൾ ആ ചെടി നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഇലകളായിരുന്നു, നല്ല ഇച്ചിരി വലിയ ഇലയായിട്ട് തന്നെ കിളിച്ചൊക്കെ വന്നേ. പക്ഷേ ഇപ്പോഴതിൻ്റെ അവസ്ഥ കണ്ടോ? 2-3 ദിവസം മുമ്പ് ഞാനിങ്ങനെ കണ്ടായിരുന്നു ഈ ഇലകളിങ്ങനെ വാടുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു മഴവെള്ളമൊക്കെ വീണ് അത് നശിച്ചതാണെന്ന്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം നോക്കുമ്പോഴാണ് കാണുന്നത് ഇല മൊത്തം മുഴുവനായിട്ടും ഒരു ചെറിയ ഇല മാത്രമുണ്ട്. ബാക്കിയുള്ള ഇലകളെല്ലാം ആ പുഴു വന്ന് തിന്നിട്ടുണ്ട്. അത് വളരെ സേഫായിട്ട് ഇലകളുടെ ആ ഒരു ലെയറിൻ്റെ ഉള്ളിലാണ് കയറി ആ മുട്ടയിട്ട് വെച്ചിരിക്കുന്നത്. ഇതെന്തിൻ്റെ മുട്ടയാണെന്നൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചത് എന്തിൻ്റെ മുട്ടയാണെന്നൊന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് ഞാനാണെങ്കിൽ ഒരു പൊട്ടിയ ബക്കറ്റിനകത്ത് ഇതിട്ടാണെങ്കിൽ മഴ വീഴാത്ത സ്ഥലത്തോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊരു മണ്ടത്തരമാണെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ അവിടെ നിന്ന് എടുത്ത് മാറ്റി വെക്കണം, അല്ലെങ്കിൽ മറ്റു ചെടികളിലും ആകുമല്ലോ. പിന്നെ താഴെയാണെങ്കിൽ ഒരു ഇലമുളച്ച് നിൽപ്പുണ്ടായിരുന്നു. അതിൻ്റെ അകത്തുമൊക്കെ ഒരുമാതിരി പുഴുവൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഞാനാണെങ്കിൽ വേറെ ഇലമുളച്ചിയുടെ ആ ചെടിയെടുത്ത് ഞാൻ മണ്ണിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്.